ശക്തിയാണ് എന്നുള്ളത് അത് സമൂഹത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായിട്ടുള്ള ഒരു ശക്തിയാണ് എന്നുള്ളത് കണ്ട് മനസ്സിലാക്കാൻ നമുക്ക് ഇന്ന് സാധിക്കുന്നു. അന്ന് മാത്രമേ സ്ത്രീക്കും പുരുഷനുമായിട്ടുള്ള സ്ത്രീക്കും പുരുഷനും മറ്റുള്ളവർക്കുമായിട്ടുള്ള എല്ലാ അവസരങ്ങൾക്കും നമുക്ക് നീതിപൂർവമായി ആത്മാർത്ഥമായി സമത്വം നേടിയെടുത്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് ചോദിച്ച ചോദ്യത്തിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഉത്തരം പറഞ്ഞത്, കുറച്ച് മാറി നിന്നാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. പക്ഷെ ഈ ഒരിടത്ത് നിന്നാണ് നമ്മൾ ആരംഭിക്കേണ്ടത് ഈ സമത്വം എന്നുള്ളത്. നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു സ്ത്രീ സൗഹൃദമായിട്ടുള്ള ഒരു ഇടം എന്ന് പറഞ്ഞ് ബ്രസ്റ്റ് ഫീഡിങ്ങിനായിട്ടൊരു ചേംബർ വെക്കുക എന്നുള്ളത് കൊണ്ട് മാത്രം ഒരിടം സ്ത്രീ സൗഹൃദമായിട്ട് മാറുന്നില്ല. അപ്പൊ നമ്മൾ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് സ്ത്രീകൾക്ക് അവസരങ്ങൾ നൽകുക എന്ന് പറയുന്നത് അവർക്ക് നൽകുന്ന ഒരു ഔദാര്യമായിട്ട് കാണുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ ഒരു പക്ഷേ ആ ഒരു സ്ത്രീ സമത്വം എന്നുള്ള ഒരു വലിയ ക്യാൻവാസിൽ ചില കോണുകളിൽ മാത്രം നമ്മൾ കുറച്ച് ചിത്രങ്ങൾ വരച്ച് ഇത് മതി എന്നങ്ങ് തീരുമാനിക്കുകയോ ചെയ്യാതെ ആരംഭം മുതൽ തന്നെ ആ ആരംഭം അതിന്റെ ഉറവിടം എവിടെയാണെന്നുള്ളതാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. ആ ഉറവിടത്തിൽ നിന്നുകൊണ്ട് നമുക്കതിൽ പ്രവർത്തിക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാ മേഖലകളിലും, അത് തൊഴിൽ മേഖലയിലാകട്ടെ, സാമൂഹികമായിട്ടുള്ള മേഖലയിലാകട്ടെ, മതങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും കാര്യങ്ങളിലാവട്ടെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യങ്ങളിലാവട്ടെ, എല്ലായിടങ്ങളിലും സമത്വം എന്നുള്ളത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ ഉറവിടത്തിൽ നിന്ന് നമ്മൾ ആരംഭിക്കണം. കാരണം സ്ത്രീയെ നമ്മൾ നിയന്ത്രിക്കുന്നത് എപ്പോഴും ഒരു ഭയത്തിന്റെ മുകളിലാണ്. ഓരോ പെൺകുട്ടിയോടും രാത്രി എത്ര സമയത്തിലാണ് വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടത്, വീട്ടിൽ പറയാണ്ട് പുറത്തു പോകാൻ പാടില്ല, ഒറ്റയ്ക്ക് നടക്കാൻ പാടില്ല, ഇന്ന വേഷം ധരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ഇപ്പം കുറ്റം പറയാറുണ്ട്. അങ്ങനെ പറയുന്ന മാതാപിതാക്കളെ നമ്മൾ കുറ്റം പറയാറുണ്ട്. അത്രയും വരെ നമ്മൾ വളർന്നിട്ടുണ്ട്. ആ നിർഭയമായി സ്ത്രീക്ക് തൻ്റെ സ്വരം ലോകത്തിൻ്റെ മുന്നിൽ എടുത്തു കാട്ടുവാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ, നിർഭയമായി അവൾക്ക് ഈ ലോകത്തിൽ സഞ്ചരിക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ, ഈ ജീവിതത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഉറവിടത്തിൽ നിന്നും അത് ആരംഭിക്കണം. അവിടെ നിന്നും അത് ആരംഭിച്ചാൽ മാത്രമേ സ്ത്രീയുടെ ശക്തി എന്താണ് എന്നുള്ളത്, അവളുടെ ശരീരത്തിൻ്റെയോ അവളുടെ ജീവിതത്തിൻ്റെയോ യാതൊരു ഭാഗവും അവൾ നാണിക്കേണ്ടതോ അല്ലെങ്കിൽ ലജ്ജിക്കേണ്ട ഒരു വിഷയമല്ല എന്നുള്ള ഉത്തമ ബോധ്യം അവളിൽ ആദ്യം ജനിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആരംഭിച്ചാൽ മാത്രമേ നമുക്ക് തൊഴിലിടങ്ങളിൽ ഉൾപ്പെടെയുള്ള ഒരു സമത്വത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.